നമസ്കാരം. വൈറ്റിലയിലെ ഗോൾഡൻ സാൻഡ് ഐലൻഡിൽ സൈനികർക്കായി നിർമ്മിച്ചിട്ടുള്ള, അതായത് സൈനിക വെൽഫെയർ ബോർഡ് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഫ്ലാറ്റുകളെ സംബന്ധിച്ചുള്ള ഒരു അഴിമതി. ആ അഴിമതിയെ കുറിച്ച് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ശ്രീ ടി.പി. നന്ദകുമാർ പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ അഴിമതിയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ അപ്പാർട്ട്മെന്റുകൾ എത്രത്തോളം ഭീതിതമായ രീതിയിലാണ് നിൽക്കുന്നത് എന്നതൊക്കെ നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ആ അപ്പാർട്ട്മെന്റ് ഒന്ന് മറിഞ്ഞു വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെട്രോ സ്റ്റേഷൻ, മെട്രോ ഓടുന്ന മെട്രോയ്ക്ക് മേളിലേക്ക് വരെ മറിഞ്ഞു വീഴാനും, ഒരുപക്ഷെ അത് ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ആ മെട്രോയ്ക്ക് പോലും അപകട സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഈ അഴിമതിയെ കുറിച്ച് കഴിഞ്ഞ ഇടക്ക് തന്നെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. സിൽവർ സാൻഡ് ഐലൻഡിലുള്ള ചന്ദർകുഞ്ച് ആർമി ടവേഴ്സിനെ കുറിച്ചിട്ടുള്ള അഴിമതിയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിൽ ചില നടപടിക്രമങ്ങൾ വരികയാണ്. കാരണം ഇതിൽ 2 അപ്പാർട്ട്മെന്റുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ഇവിടുത്തെ താമസക്കാരെ ഒഴിപ്പിക്കണമെന്നും BC ടവറുകളൊക്കെ പൊളിച്ച് പുതുക്കി പണിയണമെന്നുമാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും സുരക്ഷിതമല്ലെന്നും കാണിച്ച് അവിടുത്തെ താമസക്കാർ തന്നെ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. 2 ടവറുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും അവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് കൂടി കോടതി നിരീക്ഷിച്ചു. പൊളിക്കാനും പുതിയത് നിർമ്മിക്കാനും ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരിക്കണമെന്നും നിലവിലെ ഫ്ളാറ്റുകളുടെ അതേ സൗകര്യവും വലിപ്പവും പുതിയതിനും ഉണ്ടാകണമെന്ന് കൂടി കോടതി നിർദ്ദേശിക്കുന്നു. BC ടവറുകളിലെ താമസക്കാരെ ഒഴിപ്പിക്കുമ്പോൾ അവർക്ക് പുതിയ താമസ സ്ഥലം കണ്ടെത്തുന്നതിനായി വാടക ഇനത്തിൽ യഥാക്രമം 21,000, 23,000 രൂപ വീതം എല്ലാ മാസവും നൽകണമെന്ന് കൂടി കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയത്തിൽ 3 ടവറുകളിലായി ആകെ 264 ഫ്ളാറ്റുകളാണ് ഉള്ളത്. സൈനിക ഉദ്യോഗസ്ഥർ, വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കായി ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ, അതായത് AWHO 2018 ഈ ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. എന്നാൽ 208 ഫ്ളാറ്റുകൾ ഉൾക്കൊള്ളുന്ന BC ടവറുകളുടെ നിർമ്മാണ പിഴവുകൾ അതേ വർഷം തന്നെ പുറത്തു വന്നു എന്നുള്ളത് വളരെയധികം ഭീതിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ടവറുകൾ അപകടാവസ്ഥയിലാണെന്നും താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നും ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ വിദഗ്ധർ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തു. എന്നാൽ കെട്ടിടം പുതുക്കി പണിയുന്നതിനായിരുന്നു AWHO മുൻതൂക്കം നൽകിയത്. ഇതിനെതിരെ റിട്ടയർഡ് കേണൽ സിബി ജോർജ് ഉൾപ്പെടെയുള്ള താമസക്കാർ കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. തുടർന്ന് വിദഗ്ധ റിപ്പോർട്ടുകൾ, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, ജില്ലാ കളക്ടറുടെ മുൻ ഉത്തരവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറയുകയാണ് ചെയ്തത്. ഈ ടവറിനെ കുറിച്ച് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ആ ടവർ സന്ദർശിക്കുകയും അതിന്റെ ഭീതിതമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കായി, ജനസമൂഹത്തിനായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അന്നും ഈ ഫ്ളാറ്റിലെ അഴിമതിയെ കുറിച്ച് ചർച്ചയാവുകയും ചെയ്തതാണ്. പക്ഷെ അതിലൊരു തീരുമാനമാകാൻ വൈകുകയായിരുന്നു. ഈ കാര്യത്തെ കുറിച്ച് അവിടെ താമസിക്കുന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പലതരത്തിൽ അവിടെ ആർമി വെൽഫെയർ അസോസിയേഷന് റിപ്പോർട്ടുകൾ നൽകിയിട്ടും അവർ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള നടപടിക്രമങ്ങളും സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ പോയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പല സ്റ്റെപ്പുകളുടെയും പല ഭാഗങ്ങളുടെയും ലിഫ്റ്റിന്റെ ഭാഗത്തു നിന്നുമെല്ലാം അടർന്നു വീഴുന്ന നിലയിലാണ്. അതായത് സിമന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടർന്നു വീണ് അതിലെ കമ്പി വരെ തുരുമ്പിച്ച നിലയിലുള്ള അവസ്ഥയിലാണ് ആ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അത്രയും നിലനിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടതും. എന്തായാലും ഇത്തരത്തിൽ ഹൈക്കോടതി അതായത് താമസക്കാർക്ക് അനുകൂലമായ ഒരു നടപടി എടുത്തു എന്ന് പറയുന്നത് വളരെയധികം ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ക്രൈമുമായിട്ട് അവരുടെ ആശങ്കകൾ പങ്കുവെച്ചതാണ്. പലരും അവർക്ക് വിരമിക്കുമ്പോൾ കിട്ടിയ പൈസയും കൂടാതെ ലോണുകളും മറ്റും എടുത്തിട്ടാണ്, അതായത് 1 കോടി രൂപയിലധികം പലരും നൽകിയിട്ടാണ്, 65 ലക്ഷം മുതൽ 1 കോടിയിലധികം രൂപ വരെ നൽകിയിട്ടാണ് ആ ഫ്ലാറ്റ് അവർ വാങ്ങിയിട്ടുള്ളതും അതിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം, അതായത് അവർക്ക് വേണ്ട രീതിയിൽ അതിനെ പുനർനിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ആ ഫ്ലാറ്റ് സമുച്ചയത്തിലാണ്. അതായത് അവരുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ എടുത്ത് വാങ്ങിയ ഒരു
ഫ്ലാറ്റാണ് ഇത്തരത്തിൽ ഇടിഞ്ഞ് നിലം പൊത്താറായി നിന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ചായിരുന്നു അവർ ആശങ്കകൾ അത്രയും എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് ഒരു നടപടി എടുക്കാനായിട്ട് ആർമി വെൽഫെയർ അസോസിയേഷൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്ന കാര്യം. ഈ കാര്യത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായ ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത്. നന്ദി.